ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയും, ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ശ്ലീഹ സഭയെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ശ്ലീഹ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയും, കാരണം പൗലോസ് ശ്ലീഹ ഈശോയെ സ്നേഹിച്ചത്, ഈശോയെ അനുഭവിച്ചത്, ഈശോയെ സ്വീകരിച്ചത് ഈ സഭയിലൂടെ. അതുകൊണ്ട് തന്നെ ശ്ലീഹായ്ക്കറിയാം ഈശോയെ സ്നേഹിക്കുവാൻ സാധിക്കുന്നത്, ഈശോയെ സ്വീകരിക്കുവാൻ സാധിക്കുന്നത്, ഈശോയെ അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഈ സഭയിലൂടെയാണ് എന്ന്. ആരെല്ലാം എപ്പോഴെല്ലാം ഈ സഭയിൽ നിന്ന് ഭിന്നിപ്പോടുകൂടി അകന്നു പോയിട്ടുണ്ടോ, ഈ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടോ, അവരെല്ലാം ഈശോയിൽ നിന്ന് തന്നെയാണ് വ്യതിചലിച്ച് പോയിരിക്കുന്നത്, ഭിന്നിച്ചു പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ശ്ലീഹ ഇവിടെ വേദനയോടെ പറയുന്നത്, സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുകയും. സഭ സ്നേഹിക്കപ്പെടുമ്പോൾ, സഭ സ്വീകരിക്കപ്പെടുമ്പോൾ, സഭ വിലമതിക്കപ്പെടുമ്പോൾ, സഭാത്മകമായ ജീവിതത്തിലേക്ക് ഓരോ വ്യക്തികളും ആനയിക്കപ്പെടാതെ പോകുമ്പോൾ, സ്നേഹമുള്ളവരെ അപ്പസ്തോലൻ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരികയാ, അവരൊക്കെയും ഈശോയിൽ നിന്ന് വേർതിരിഞ്ഞ് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഭയെ പ്രത്യേകമായി സ്നേഹിക്കുകയും സഭയെക്കുറിച്ചുള്ള ഹൃദയത്തിൻ്റെ ഉത്കണ്ഠ സ്വന്തമാക്കി സഭയെ വളർത്തുവാനും സഭയെ ഉയർത്തുവാനും പരിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അപ്പസ്തോലനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരികയും, പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്, അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു, അതുപോലെ തന്നെയാണ് ഈശോയും. ഈശോ ഒരു ശരീരമാണ്. ഈശോ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരമാണ് സ്വീകരിച്ചത് എങ്കിലും ആ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങൾ ഉള്ളതുപോലെ ഈശോയുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളായി നാം ഓരോരുത്തരും, തുടർന്നുള്ള വാക്യത്തിൽ ശ്ലീഹ പറയുക, നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. ഈശോയുടെ ഭൗതിക ശരീരത്തിൽ വിവിധ അവയവങ്ങളെന്ന നിലയിൽ ഒരു ശരീരമായി മാറത്തക്ക വിധം നാം ഒക്കെ മാമോദീസായിൽ ഈശോയോട് ഐക്യപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവെന്ന് ശ്ലീഹ നമുക്ക് പറഞ്ഞു തരികയും, എന്നാൽ ഏതെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളുടെയോ വിശ്വാസ വ്യതിചലനങ്ങളുടെയോ പേരിൽ നാം ഈശോയിൽ നിന്ന്, ഈശോയുടെ സഭയിൽ നിന്ന്, സഭയുടെ കൗദാശികമായ ഏറ്റവും പ്രത്യേകമായി വിശുദ്ധ കുർബാനയുടെ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാം ഈശോയിൽ നിന്ന് തന്നെ അകന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, ഈശോ ചരിത്രത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് പിറന്ന് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് അതിൽ അവസാനത്തെ മൂന്ന് വർഷക്കാലം പരസ്യമായ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്ത് അതിൻ്റെ അവസാനം തൻ്റെ രക്ഷാകര കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച്, പീലാത്തോസിൻ്റെ കാലത്ത് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉദ്ധാനം ചെയ്ത ആ ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ
ചരിത്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ അംഗീകരിച്ചത് കൊണ്ടോ, അവൻ ഈശോയാണ്, അവൻ ദൈവമാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ടോ, അവൻ ദൈവമാണെന്ന് അംഗീകരിച്ചത് കൊണ്ടോ, അവൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, തനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അംഗീകരിച്ചത് കൊണ്ടോ ഒരു വ്യക്തിയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നില്ല. അത് വചനം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. പൗലോസ്ലീഹ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പിറവിയെടുത്തു എന്നത് നമ്മൾ ആരേക്കാൾ കൂടുതലായിട്ട് അറിയാവുന്ന പിശാചിന്. അവനത് ഏറ്റവും നന്നായിട്ട് അംഗീകരിക്കുന്നുമുണ്ട്. അവസാനത്തെ 3 വർഷക്കാലം അവൻ ചെയ്ത ദൈവരാജ്യ ശുശ്രൂഷയുടെ ഏറ്റവും ദാരുണമായ ഫലം അനുഭവിക്കേണ്ടി വന്നതും പിശാച. അത് കഴിഞ്ഞ് ഈ ഈശോയുടെ ദൈവത്വമോ കുരിശുമരണമോ രക്ഷാകരമായ പെസഹ രഹസ്യങ്ങളോ ഒന്നും പിശാച് നിഷേധിക്കുന്നില്ല. അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ആരും രക്ഷ പ്രാപിക്കുന്നില്ല. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈശോ കൃത്യമായ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. ആരെല്ലാം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുവോ അവനാണ്, അവൾക്കാണ് നിത്യജീവൻ എന്ന് പറയുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുക എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈശോയുടെ ഭൗതിക ശരീരമായ സഭയുടെ കൂട്ടായ്മയിൽ അതിൻ്റെ ശിരസ്സെന്ന നിലയിൽ ഈശോയോട് ഐക്യപ്പെടുമ്പോൾ, അങ്ങനെ ആ ഐക്യപ്പെടലിൻ്റെ ഭാഗമായി ഈശോയുടെ ഭൗതിക ശരീരമായ സഭയിലായിരുന്നു കൊണ്ട് ആ സഭയിൽ ഈശോ മുറിച്ചു നൽകുന്ന തൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അത്രമാത്രം ഈശോ തൻ്റെ സഭയിൽ വസിച്ചുകൊണ്ട് തൻ്റെ പുരോഹിതരിലൂടെ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഫലങ്ങൾ സ്വീകരിക്കുമ്പോൾ, കൗദാശികമായ കൃപകൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി നിത്യജീവനിലേക്ക് അഥവാ ഈശോ വാഗ്ദാനം ചെയ്യുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് അഥവാ ഈശോയുടെ രക്ഷാകര ശുശ്രൂഷയുടെ ഫലമായി ഈ ലോകത്തിൽ വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്ന, വെച്ച് വിളമ്പപ്പെട്ടിരിക്കുന്ന ആ രക്ഷയുടെ അനുഭവത്തെ സ്വായത്തമാക്കുവാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ഈശോ എന്ന് പറയുന്നത് കേവലം ഒരു ചരിത്ര വ്യക്തിത്വമല്ല. ഈശോ എന്ന് പറയുന്നത് കേവലം ഒരു ചരിത്ര വ്യക്തിത്വം മാത്രമല്ല. അതിൻ്റെ അർത്ഥം ഈശോ ചരിത്രത്തിൽ ജനിച്ചില്ല എന്നല്ല, ഈശോ ഒരു ചരിത്ര പുരുഷനായിരുന്നില്ല എന്നല്ല. തീർച്ചയായും ഈശോ ഒരു ചരിത്ര പുരുഷൻ തന്നെ, ഒരു സംശയവുമില്ല. ചരിത്രത്തിൽ പിറവിയെടുത്ത, ചരിത്രത്തിൽ നിയതമായ ഒരു വർഷത്തിൽ പിറന്ന, നിയതമായ സമയത്ത് പിറന്ന് നിശ്ചിത കാലഘട്ടത്തിൽ ജീവിച്ച് ചരിത്രത്തിൽ തന്നെ നിയതമായ കൃത്യമായ നാളിൽ മരണപ്പെട്ട, അതുപോലെ തന്നെ 3-ാം ദിവസം ഉദ്ധാനം ചെയ്ത, ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച, ചരിത്രത്തിൽ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇടപെട്ട ഒരു വ്യക്തിയാണ് മിശിഹ തമ്പുരാൻ. ഒരു സംശയവും വേണ്ട. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരുപക്ഷെ അതിനെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ നമുക്കാർക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഈശോ എന്ന് പറയുന്നത് കേവലം ഒരു ചരിത്ര പുരുഷൻ അല്ല, കേവലം ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല. അതിനപ്പുറത്ത് ഈശോ എന്ന് പറയുന്നത് ഒരു ആത്മീയമായ, അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഈശോ നമ്മോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈശോ എന്ന് പറയുന്നത് കേവലം ഒരു ചരിത്ര പുരുഷനപ്പുറത്ത് ആത്മീയമായ ഫലങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ദൈവം തന്നെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം തന്നെയായ മിശിഹ മനുഷ്യാവതാരം ചെയ്ത് നമുക്ക് ഈശോയായിട്ട് മാറുകയും ആ ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്. അവിടുന്ന് വാഗ്ദാനം ചെയ്തു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയായിരിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെയായിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഈശോയുടെ 2ാമത്തെ ആഗമനം വരെ സഭയിൽ മൗതികമായി വസിച്ചുകൊണ്ട് ഈശോ പോയതുപോലെ തന്നെ വരുമെന്ന് മാലാഖ അപ്പസ്തോലന്മാർക്ക് ഉറപ്പ് നൽകി.
ഈശോ സ്വർഗാരോഹണം ചെയ്തതുപോലെ തന്നെ ഒരു മനുഷ്യനായിട്ട്, ഒരു മനുഷ്യനെ പോലെ തീർച്ചയായും ഉദ്ധിതനായ മിശിഹ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരമായി സ്വർഗാരോഹണം ചെയ്തതുപോലെ യുഗാന്ത്യത്തിൽ കടന്നു വരും. പക്ഷേ ആ യുഗാന്ത്യത്തിലെ വരവ് വരെയും മൗതികമായി, ആത്മീയമായി സഭയിൽ ജീവിച്ചുകൊണ്ട് സഭയുടെ ശുശ്രൂഷകളിലൂടെ, സഭയുടെ ചട്ടക്കൂടുകളിലൂടെ, സഭയുടെ ആത്മീയമായ ചിട്ടകളിലൂടെയും ക്രമങ്ങളിലൂടെയും കൗദാശകമായ ശുശ്രൂഷകളിലൂടെയും അതേ ഈശോ തന്നെ 3 വർഷക്കാലം പരസ്യജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് രോഗികളെ സുഖപ്പെടുത്തി, അന്ധർക്ക് കാഴ്ച നൽകി, മരിച്ചവരെ ഉയർപ്പിച്ച ജീവൻ്റെ ദൈവരാജ്യ ശുശ്രൂഷ നിർവഹിച്ച ഈശോ അതേ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഇന്ന് സഭയിൽ തൻ്റെ ശുശ്രൂഷകൾ, തൻ്റെ സാന്നിധ്യം തുടർന്നുകൊണ്ടിരിക്കുകയും ഈ സഭയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഈശോയുടെ ശുശ്രൂഷകളുടെ സൽഫലങ്ങളെ, ദൈവരാജ്യ ശുശ്രൂഷയുടെ കൃപകളെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അത് ഈശോ തന്നെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതലുള്ള വാക്യം: നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവന് മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ല എങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ല എങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ വിജാതീനെ പോലെയാണ് നിനക്ക് എന്ന് പറഞ്ഞാൽ, സഭയുടെ ആത്മീയമായ വിശുദ്ധീകരണത്തിൻ്റെതായ, പ്രബോധനത്തിൻ്റെതായ ചട്ടക്കൂടുകൾക്ക്, ക്രമീകരണങ്ങൾക്ക് വിധേയപ്പെടാത്ത ഒരു വ്യക്തി, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വിജാതീയനെ പോലെ, നികൃഷ്ടനെ പോലെ ആയിരിക്കട്ടെ എന്ന് ഈശോ പറയുമ്പോൾ, ഈ സഭയിൽ ഈശോ നിർവഹിച്ചിരിക്കുന്ന, സഭയിൽ ഈശോ നൽകിയിരിക്കുന്ന ഈ ചിട്ടകളെയും ക്രമങ്ങളെയും, സഭാത്മകമായ പൗരോഹിത്യത്തിൻ്റെതായ ക്രമീകരണങ്ങളെ ഈശോ എന്തുമാത്രം വിലമതിക്കുന്നു എന്ന് വചനത്തിലൂടെ ഈശോ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരികയും നാം അതിന് ഇത്രമാത്രം ഗൗരവത്തോടുകൂടി സ്വീകരിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട് എങ്കിൽ, ഈശോ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ, ഈശോ ഈ സഭയിലെ ക്രമീകരണങ്ങളെ വെറുതെ നിസ്സാരമായിട്ടല്ല കാണുന്നത്. ഈ സഭയിൽ ഈശോ വസിക്കുന്നുണ്ട്. അത് വളരെ ഉറച്ച വാഗ്ദാനമായിട്ട് ഈശോ സഭയിൽ വസിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, സഭയിൽ വസിക്കുന്ന ഈശോയുടെ ഉറപ്പാണ്. ഈ തിരുസഭയാകുന്ന ഈശോയുടെ മൗലിക ശരീരത്തിൽ ആരെങ്കിലുമൊക്കെ ഈ ആത്മീയ ശുശ്രൂഷയുടെ പ്രബോധനപരവും വിശുദ്ധീകരണത്തിൻ്റെതുമായ ഈ ശുശ്രൂഷയുടെ ചുമതല വഹിക്കുന്നവർ ചെയ്യുന്നത് ഓരോന്നും സ്വർഗത്തിൻ്റെ മുദ്രയുള്ള, സ്വർഗത്തിൻ്റെ അംഗീകാരമുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് ഈശോ ഉറപ്പിച്ച് പറയുകയും, ഈശോ അത് ഉറപ്പിച്ച് പറയാൻ കാരണമുണ്ട്. കാരണം ഈ സഭയിൽ പ്രവർത്തിക്കുന്നത്, ഈ സഭയുടെ ശിരസ് താൻ തന്നെയാണ് എന്ന്, താൻ തന്നെ ആയിരിക്കുമെന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്, സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയും, ഈശോയുടെ പൂർണ്ണതയാ സഭയെന്ന. നമ്മൾ മനസ്സിലാക്കണം, സഭയാണ് ഈശോയുടെ ശരീരമെങ്കിൽ ആ ശരീരമാകുന്ന സഭയുടെ ശിരസ് ഈശോ തന്നെയാണ്. അതും പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എഫേസൂസ് ലേഖനം 5-ാം അധ്യായത്തിൽ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സ്ലീഹ പഠിപ്പിക്കുമ്പോൾ, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഈശോ
തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സാണ് എന്ന് ശ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്. സഭയാകുന്ന ശരീരത്തിലെ ശിരസ് മിശിഹായാണ് എങ്കിൽ ആ മിശിഹായാകുന്ന തലച്ചോറിൽ നിന്ന്, ആ മിശിഹായാകുന്ന ബുദ്ധിയിൽ നിന്ന്, ആ മിശിഹായാകുന്ന ശിരസിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങളാ ശരീരത്തിൽ നടപ്പിലാക്കപ്പെടുന്നത് എന്ന് വചനം നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവരെ, തിരുസഭയുടെ ദൃശ്യമായ ഈ ചട്ടക്കൂടിൻ്റെ തീരുമാനങ്ങൾ, തിരുസഭയുടെ പ്രബോധനപരമായ കൗദാശികപരമായ ജീവിത വിശുദ്ധിയെ സംബന്ധിക്കുന്ന ചിട്ടകളും നിഷ്ഠകളും തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം അത് ഈശോയുടെ തന്നെ തീരുമാനമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയും ഇത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും എന്ന് പറഞ്ഞാൽ സഭയുടെ ശുശ്രൂഷാപരമായ അധികാരസ്ഥാനത്ത് പരിശുദ്ധ പിതാവ്, മാർപ്പാപ്പ സ്ഥാനത്ത് കർദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, ഇതര ശുശ്രൂഷ സ്ഥാനങ്ങൾ, ഇതൊന്നും മനുഷ്യൻ്റെ തീരുമാനമല്ല. ഇതൊന്നും മനുഷ്യൻ്റെ തീരുമാനമല്ല. വചനം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം, അഹറോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ വിളി സ്വീകരിക്കുന്നില്ല. ദൈവമാ ഒരു വ്യക്തിയെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നത്. ദൈവമാ ഒരു വ്യക്തിയെ മെത്രാൻ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത്. ദൈവമാ ഒരു വ്യക്തിയെ കർദിനാൾ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത്. ദൈവമാ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു വ്യക്തിയെ മാർപ്പാപ്പയാക്കുന്നത്. അതല്ലാതെ മനുഷ്യൻ്റെ പദ്ധതിയല്ല, മനുഷ്യൻ്റെ അജണ്ടയല്ല, മനുഷ്യൻ്റെ ആലോചനയല്ല, മനുഷ്യൻ്റെ പരിശ്രമമല്ല, മനുഷ്യൻ്റെ തീരുമാനമല്ല. മനുഷ്യരെത്ര പരിശ്രമിച്ചാലും ദൈവത്തിൻ്റെ തീരുമാനത്തെ അതിജീവിക്കുവാൻ സാധിക്കുകയില്ല തിരുസഭയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ തിരുസഭയിലെ മാർപ്പാപ്പയെയും മെത്രാന്മാരെയും വൈദികരെയും ഇതര ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്നവരെയും ഈശോയുടെ തീരുമാനമായി സ്വീകരിച്ചുകൊണ്ട് ഈശോയെ പ്രതി ആദരിക്കുവാനും അനുസരിക്കുവാനും ബഹുമാനിക്കുവാനും ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ ആ വ്യക്തിയുടെ മേൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹമുണ്ടാകുമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരിക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40, 41, 42 വാക്യങ്ങൾ. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരോട് താൻ തിരഞ്ഞെടുത്ത, ഒരുപക്ഷെ ലോകത്തിൻ്റെ കണ്ണിലും ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലും ലോകത്തിൻ്റെ വിലയിരുത്തലിലും ശ്രേഷ്ഠന്മാരോ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അതും ശ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പൗലോസ് ശ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ, എൻ്റെ സഹോദരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ. ദൈവവിളി ലഭിച്ചിരിക്കുന്നവരോട് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല. ലൗകിക മാനദണ്ഡമനുസരിച്ചുള്ള ബുദ്ധി അധികമില്ല. ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ഒരുപക്ഷെ ലോകത്തിൻ്റെ ഇന്നത്തെ സമകാലിക ലോകത്തിൻ്റെ വികലമായ വിലയിരുത്തലുകളുടെ കണ്ണിലും കാഴ്ചപ്പാടിലും വിലയുള്ളവരധികമൊന്നും ഈശോയെ അനുഗമിക്കുന്നില്ലായിരിക്കാം. കാരണം അവരുടെ കാഴ്ചപ്പാടിൻ്റെ വികലതയാണ്, അവരുടെ വിലയിരുത്തലുകളുടെ മാനദണ്ഡങ്ങളുടെ തലതിരിഞ്ഞ വികലതയാണ്. എന്നാൽ യഥാർത്ഥ ജ്ഞാനം അത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവികമായ സ്വർഗീയമായ ജ്ഞാനമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ വിലയിരുത്തലിൽ ഭോഷത്വമാണ് എങ്കിലും ഈശോയെ രക്ഷയായി, രക്ഷകനായി, ജീവിതത്തിൻ്റെ യഥാർത്ഥ നന്മയായി തിരിച്ചറിയുന്നത്. ഈ ഒരു ജീവിത അനുഭവത്തിൻ്റെ പശ്ചാത്തലമുള്ള പൗലോസ് ശ്ലീഹയ ഇത് പറയുന്നത്. അതുകൊണ്ട് ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരികയും അദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ യോഗ്യതയും ഉള്ളവനായിരുന്നു ഞാൻ,
ഈ ലോകത്തിൻ്റെ വിലയിരുത്തലിൽ എല്ലാ യോഗ്യതയുമുള്ളവനായിരുന്നു ഞാൻ. കാരണം എന്താ? എനിക്ക് ശരീരത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രാൽ ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ഈശോ മിശിഹായെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ ഈശോ മിശിഹായെ പറ്റിയുള്ള ജ്ഞാനം എനിക്ക് കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോയെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനമായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ആ ഈശോയുടെ ഭൗതിക ശരീരത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും, അത് ഈശോയുടെ വിളിയ്, അത് ഈശോയുടെ തിരഞ്ഞെടുപ്പ്, അതല്ലാതെ ഈ ലോകത്തിൻ്റെ വിളിയല്ല, ഈ ലോകത്തിൻ്റെ തീരുമാനമല്ല, മനുഷ്യൻ്റെ തീരുമാനവുമല്ല. അതും ശ്ലീഹ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ പറയുക, മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, ഈശോ മിശിഹ മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന ഞാൻ. സ്നേഹമുള്ളവരെ, ഈശോയുടെ സഭയിൽ ഒരു വ്യക്തി അപ്പസ്തോലനായി മാറുന്നുണ്ട് എങ്കിൽ, ഈശോയുടെ സഭയിൽ ഒരു വ്യക്തി ശുശ്രൂഷാപരമായ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എങ്കിൽ അത് മനുഷ്യൻ്റെ തീരുമാനമല്ല, ആ വ്യക്തിയുടെയോ ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെയോ ആ വ്യക്തിയുടെ നാട്ടുകാരുടെയോ ഒന്നും തീരുമാനമല്ല, ഏതെങ്കിലും ഒരു മെത്രാൻ്റെയോ മാർപ്പാപ്പയുടെ തീരുമാനമല്ല, അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ദൈവം ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക. ഒരുപക്ഷെ ആ വ്യക്തി തന്നെ ആ തെരഞ്ഞെടുപ്പിനോട് എന്തുമാത്രം വിശ്വസ്തത പുലർത്തുന്നുണ്ട് എന്ന് ചോദിച്ചനുമുണ്ടായിരിക്കാം. പക്ഷേ ദൈവം ആ വ്യക്തിയെ വിളിച്ചതുകൊണ്ട് മാത്രമാ, ദൈവം ആ വ്യക്തിയെ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാ സ്നേഹമുള്ളവരെ ആ വ്യക്തി ആ ശുശ്രൂഷാപരമായ ഉത്തരവാദിത്വത്തിലേക്ക്, പദവിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഈശോയുടെ വചനം നമുക്ക് പറഞ്ഞു തരികയും, അതുകൊണ്ട് ഈശോ തെരഞ്ഞെടുത്ത ഒരു വ്യക്തി, അത് നമ്മൾ വായിക്കും, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈശോ തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ ആര് സ്വീകരിക്കുന്നുവോ അവർ സ്വീകരിക്കുന്നത് ഈശോയെ തന്നെ. കാരണം ഈശോ തെരഞ്ഞെടുത്ത ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കണം നാം ഒരു വ്യക്തിയെ സ്വീകരിക്കേണ്ടത്. പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നമുക്കറിയാം, ആത്മീയമായ കൃപകളും ആത്മീയമായ വരങ്ങളുമൊക്കെ ഉള്ളവരെ നമുക്കറിയാം. ഈ ആത്മീയമായ കൃപകളുടെയും വരങ്ങളുടെയും പേരിൽ നാം ആരെയെങ്കിലുമൊക്കെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്താൽ ആ വ്യക്തിയുടെ കൃപകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടുമായിരിക്കാം. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നീതിമാനായി സ്വീകരിക്കുന്നവന് മാന്യമായ വ്യക്തികളെ, ജീവിതത്തിൻ്റെ നന്മകൾ, ജീവിതത്തിൽ നല്ല പെരുമാറ്റങ്ങൾ, നല്ല സ്വഭാവ സവിശേഷതകൾ ഉള്ള വ്യക്തികളെ നാം അതിൻ്റെ പേരിൽ സ്വീകരിച്ചാൽ അതിൻ്റേതായ പ്രതിഫലം നമുക്ക് കിട്ടും. നല്ല ഈശോ പറയുക, ഈ ചെറിയവരിൽ, ഈ നിസ്സാരരിൽ, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് യോഗ്യതകളോ ഒരുപാട് പുണ്യങ്ങളോ ഒരുപാട് നല്ല സ്വഭാവ സവിശേഷതകളോ ഒരുപാട് നന്മകളൊന്നും ഇല്ലാത്ത ഏറ്റവും നിസ്സാരരായ ഇവരെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിക്കണം? ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ അഭിഷേകം ചെയ്ത എൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ നിങ്ങളൊരാളെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം സ്വർഗത്തിലാണ് എന്ന് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു തരിക. ദൈവത്തിൻ്റെ പ്രതിഫലം ലഭിക്കും. സ്നേഹമുള്ളവരെ, സഭയുടെ ചട്ടക്കൂടുകളെ, സഭയുടെ പൗരോഹിത്യത്തിൻ്റെതായ ആത്മീയ ശുശ്രൂഷയുടേതായ ചട്ടക്കൂടുകളെയും അധികാര സംവിധാനങ്ങളെയും ശുശ്രൂഷാപരമായ സംവിധാനങ്ങളെയും ആരെല്ലാം സ്വീകരിക്കുകയും അതിനോട് വിധേയപ്പെടുകയും ചെയ്യുന്നവോ അവർക്ക് പ്രതിഫലം കിട്ടുന്നത് ഈശോയിൽ നിന്നായിരിക്കും, സ്വർഗത്തിൽ നിന്നായിരിക്കും. അതേസമയം ഈ ലോകത്തിൻ്റെതായ ചിട്ടകളും
ചട്ടക്കൂടുകളും അധികാര സംവിധാനങ്ങളുമൊക്കെ അനുസരിക്കുന്നവർക്ക് ക്ഷണികമായ, നശ്വരമായ, താൽക്കാലികമായ നന്മകളാണ് ലഭിക്കുക എങ്കിൽ സ്വർഗത്തിൻ്റെതായ, ഈശോയുടേതായ തീരുമാനമനുസരിച്ചുള്ള സഭയുടെ വ്യവസ്ഥകളോടും വ്യവസ്ഥാപിതമായ സഭാത്മകമായ സംവിധാനങ്ങളോടും ആരെല്ലാം ആത്മീയമായ ഐക്യവും വിധേയത്വവും പുലർത്തുന്നുവോ അവരൊക്കെ സ്വർഗത്തിൻ്റെ കൃപകൾക്ക് പാത്രമാകും. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം സഭയോട് ആത്മീയമായി ഐക്യപ്പെടുക, സഭയുടെ ആത്മീയ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കുക, സഭയുടെ അധികാരത്തിൻ്റെ പ്രബോധനപരമായ കൗദാശികമായ സംവിധാനങ്ങൾക്ക് വിധേയപ്പെടുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.